കാസർഗോഡ് ഗവൺമെന്റ് സ്കൂളിന്റെ സ്വാതന്ത്ര്യദിന പരിപാടിയുടെ പോസ്റ്ററിൽ പാകിസ്ഥാൻ പതാകയ്ക്ക് സമാന ചിത്രം. കാസർഗോഡ് GHSS മംഗൽപാടി സ്കൂളിലെ പോസ്റ്ററിലാണ് മറ്റൊരു പതാക ചിത്രം ഉൾപ്പെടുത്തിയത്. വിഷയത്തിൽ DGക്ക് ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി T. അനൂപ് കുമാർ പരാതി നൽകി. വിശദാംശങ്ങളുമായി ശാലിനി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ശാലിനി, ഇവിടെ ബോധപൂർവമായിട്ട് പാകിസ്ഥാൻ പതാകയോട് സമാനമായുള്ള ഒരു ചിത്രം രേഖപ്പെടുത്തി എന്നുള്ള വിമർശനം തന്നെയാണ് ഉയരുന്നത്. കാസർഗോഡ് മംഗൽപാടി എന്നുള്ള ആ പ്രദേശത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായി അറിയാം. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും PTA കമ്മിറ്റിയിലടക്കം ലീഗിന് എത്രത്തോളം സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ബോധപൂർവമുള്ള ഒരു ഇടപെടൽ നടപടി എന്ന രീതിയിൽ തന്നെയാണോ വിമർശനങ്ങൾ ഉയരുന്നത്? KP തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, രാജ്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ചടങ്ങുകളിലേക്ക്, അതിൻ്റെ നടപടികളിലേക്ക്, ആഘോഷ പരിപാടികളിലേക്കൊക്കെ കടന്നിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് സംസ്ഥാന തലത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ പരിപാടികൾ സ്കൂൾ തലങ്ങളിൽ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ GHSS മംഗൽപാടി സ്കൂളിലെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററിലാണ് ഇത്തരത്തിലൊരു വലിയ പിഴവ് കടന്നുകൂടിയത്. ബോധപൂർവമായ ഒരു പിഴവ് ആയി തന്നെ നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളോടനുബന്ധിച്ച് സംസ്ഥാന തലത്തിൽ അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ നിർവഹിക്കുകയാണ്. മറ്റ് ജില്ലാ തലങ്ങളിൽ മന്ത്രിമാരും സ്കൂളുകളിൽ അധ്യാപകരും പ്രഥമ അധ്യാപകരും നിർവഹിക്കുന്ന ആ ഒരു പ്രധാനപ്പെട്ട പരിപാടിയുടെ പോസ്റ്ററിലാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് കടന്നുകൂടിയത്. അനൂപ് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു നടപടി കൃത്യമായ രീതിയിൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നമുക്ക് എത്രത്തോളം പ്രതീക്ഷിക്കാൻ കഴിയും എന്നും അറിയില്ല. എങ്കിലും മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടൽ നടപടി ഉണ്ടാകണമെന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ അടക്കം ആവശ്യവുമല്ലേ? ദേശീയ പതാകയെ ആദരിക്കേണ്ടതും ഒപ്പം തന്നെ ദേശീയ പതാക ഉയർത്തേണ്ട അതിൻ്റെ ഒരു പ്രാധാന്യവുമൊക്കെ. അപ്പോൾ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലൊരു ബോധപൂർവമായ പിഴവ് തന്നെ ആ പോസ്റ്ററിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KPയും ഒപ്പം തന്നെ ദേശീയ അധ്യാപക പരിഷത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ സൂചിപ്പിച്ചതുപോലെ ഒരു വിഭാഗം ആളുകൾക്ക്, പ്രത്യേകിച്ച് ലീഗ് വിഭാഗത്തിന് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അവരുടെ അംഗസംഖ്യ കൂടുതലുള്ളൊരു മേഖലയാണ്. സ്കൂൾ പ്രിൻസിപ്പളും ലീഗ് അനുഭാവിയാണ് എന്നുള്ളത് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ അറിവോട് കൂടിയാണ്, അതായത് പാകിസ്ഥാന്റെ ദേശീയ പതാകയ്ക്ക് അല്ലെങ്കിൽ പാകിസ്ഥാൻ പതാകയ്ക്ക് സമാനമായ രീതിയിൽ പാകിസ്ഥാൻ പതാക ശരിയായ രീതിയിൽ നോക്കുകയാണെങ്കിൽ പച്ച നിറത്തിൽ വെള്ള കളറാണ് വരുന്നത്. പക്ഷേ ഇവിടെ വെള്ളയ്ക്കുള്ളിൽ പച്ച സ്റ്റാറുകൾ പതിച്ച ഒരു ചിത്രം, അതായത് ദേശീയ പതാക ഉയർത്തുന്നതിൻ്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് എന്നുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ ദേശീയ പതാകയോട് ഒരു രീതിയിലും സാമ്യമില്ലാത്ത പാകിസ്ഥാൻ പതാകയോട് സാമ്യമുള്ള ഒരു ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ചിത്രത്തിനെതിരെ, ഈ പോസ്റ്ററിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട് ദേശീയ അധ്യാപക പരിഷത്ത്. അതിലേത് തരത്തിലുള്ള നടപടി ഇനി ഉണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഇന്ത്യൻ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നതും ഒപ്പം തന്നെ അത് ഉപയോഗിക്കുന്നതും ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 ചട്ടപ്രകാരമാണ്. ഈ ചട്ടങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഇന്ത്യൻ ദേശീയ പതാകയെ അവഹേളിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി ഇപ്പോൾ ഈ മംഗൽപാടി മേഖലയിലെ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും പ്രിൻസിപ്പളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നിയമ നടപടിയുമായി നീങ്ങുകയാണ് ദേശീയ അധ്യാപക പരിഷത്ത്. KP ഏതായാലും ഒരു സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു കഴിഞ്ഞത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയുമാണ്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.